ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്യൂൻ അലക്സാൻഡ്ര. ഇന്നത്തെ വീഡിയോ മുദ്രകളാണ് കാണിക്കാൻ പോകുന്നത്. അസംമിത ഹസ്തമുദ്രകളും സംമിത ഹസ്തമുദ്രകളുടെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഡൗട്ട് വന്നത് ഒന്ന് രണ്ട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണേ എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ എനിക്ക് മനസ്സിലായി. ഈ മുദ്രകൾ കാണിച്ചപ്പോൾ അതിൽ പലർക്കും ഈ പലതുമൊക്കെ വ്യക്തമായി വരാതെ ഉണ്ട്. അപ്പം അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അസംമിത ഹസ്തമുദ്രകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പം അതിൽ ക്ലിയർ ആവാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഒന്നും കൂടി ഇപ്പം വ്യക്തമായിട്ട് കുറച്ചുകൂടി ഞാൻ നല്ല രീതിയിൽ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അസംമിത ഹസ്തമുദ്രകൾ 28 ഉണ്ട്. അസംമിത ഹസ്തമുദ്രകൾ നമ്മൾ ഒറ്റ കൈ കൊണ്ട് കാണിച്ചാൽ അർത്ഥം പൂർണ്ണമാവുന്നവയാണ് അസംമിത ഹസ്തമുദ്രകൾ. ഇതുപോലെ പിടിച്ചിട്ട് തള്ളവിരൽ പാതി മടക്കുമ്പോൾ പതാക, പതാകയിൽ നിന്നും നമ്മുടെ മോതിരവിരൽ പകുതി മടക്കുമ്പോൾ തൃപ്പതാക. ഇനി തൃപ്പതാകയിൽ നിന്നും കുഞ്ഞം വിരൽ മടക്കുമ്പോൾ അർത്ഥപതാക. ഇനി അർത്ഥപതാകയിൽ നിന്ന് നമ്മുടെ തള്ളവിരൽ ഈ രണ്ട് വിരലിനും കൂടി ചേർത്ത് പിടിക്കുമ്പോൾ അത് കർത്തരിമുഖം. കർത്തരിമുഖം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ? കർത്തരിമുഖം. കുഞ്ഞം വിരൽ പൊക്കി ബാക്കി വിരലെല്ലാം നൂത്ത് വെച്ചിട്ട് നമ്മുടെ മോതിര വിരലും പെരുവിരൽ, അതായത് നമ്മുടെ തള്ളവിരലും കൂടി ചേർത്ത് പിടിച്ച് വെക്കുമ്പോൾ മയൂരം. മയൂരത്തിൽ നിന്നും തള്ളവിരൽ മാത്രം പൊക്കി വെച്ച് ബാക്കി വിരലെല്ലാം നിവർത്തി തള്ളവിരൽ ഇങ്ങനെ ഉയർത്തി വെക്കുമ്പോൾ ഇത് അർത്ഥചന്ദ്രൻ. പതാകയിൽ നിന്നും നമ്മുടെ ചൂണ്ടുവിരൽ പാതി മടക്കുമ്പോൾ അരാളം. ഇനി അരാളത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞം വിരലും കൂടി പാതി മടക്കുമ്പോൾ ശുഖതുണ്ടം. അർത്ഥചന്ദ്രനിൽ നിന്ന് ബാക്കി വിരലുകളെല്ലാം മടക്കി ഉള്ളിലേക്ക് എല്ലാ വിരലുകളും മടക്കി വെക്കുന്നതിന് മുഷ്ടിശ്ച. മുഷ്ടിയിൽ നിന്ന് നമ്മുടെ പെരുവിരല് നിവർത്തി മുകളിലോട്ട് വെക്കുമ്പോൾ പെരുവിരൽ മാത്രം, ബാക്കി വിരലുകളെല്ലാം മടക്കി പെരുവിരൽ മാത്രം മുകളിലോട്ട് വെക്കുമ്പോൾ ശിഖരം. ശിഖരമുദ്രയിൽ നിന്ന് ചൂണ്ടുവിരൽ പൊക്കി ഇതുപോലെ ശിഖരമുദ്രയുടെ മുകളിൽ വെക്കുന്നതിന് കവിത്തം. കടകാമുഖ മുദ്ര 3 രീതിയിലുണ്ട്. അതിൽ ആദ്യത്തേന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നമസ്കരിക്കുമ്പോൾ വെക്കുന്ന കടകാമുഖം. അത് നമ്മുടെ തള്ളവിരൽ, ചൂണ്ടുവിരൽ, മധ്യവിരൽ, ഇത് ഇത്രയും കൂടി ചേർത്ത് പിടിച്ച് ബാക്കി രണ്ട് വിരലുകളും പൊക്കി വെക്കുന്നതാണ് ഒരു കടകാമുഖ മുദ്ര. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കടകാമുഖ മുദ്ര വരുന്നത് നമ്മൾ ശിഖരം പിടിച്ചു അതിൽ കവിത്തം വെച്ചു, എന്നിട്ട് അതിനുശേഷം കുഞ്ഞം വിരലും മോതിരവിരലും പൊക്കി വെക്കുന്നതിനെയാണ്. മനസ്സിലായോ? കുഞ്ഞം വിരലും മോതിരവിരലും പൊക്കി വെക്കുന്നതിനെയാണ് രണ്ടാമത്തെ കടകാമുഖം. ഇനി മൂന്നാമത്തെ കടകാമുഖം എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്തരി മുഖത്തിൽ നിന്നും മാറി ഈ രണ്ട് വിരലുകളും കൂടി, അതായത് നമ്മുടെ ചൂണ്ടുവിരലും നടുവിരലും കൂടി പാതി മടക്കി ബാക്കി രണ്ട് വിരലുകൾ കൂടി ചേർത്ത് പിടിക്കുന്നതിനെയാണ് മൂന്നാമത്തെ കടകാമുഖ മുദ്ര. ഓക്കെ, എല്ലാ വിരലും മടക്കി ചൂണ്ടുവിരൽ മാത്രം ഉയർത്തി വെക്കുന്നതിന് സൂചി എന്നും, സൂചിയിൽ നിന്നും തള്ളവിരൽ ഉയർത്തി ഇങ്ങനെ ചരിച്ചു വെക്കുന്നതിന് ചന്ദ്രക്കല എന്നും, എല്ലാ വിരലുകളും ഒരേപോലെ ഉയർത്തി വെക്കുന്നതിന് പത്മകോശമെന്നും, എല്ലാ വിരലുകളും പാതി
മടക്കി പിടിക്കുന്നതിന് സർപ്പശിരസ് എന്നും എല്ലാ വിരലുകളും മടക്കി തള്ളവിരലും കുഞ്ഞും വിരലും ഉയർത്തിപ്പിടിക്കുന്നതിന് മൃഗശീർഷമെന്നും മൃഗശീർഷത്തിൽ നിന്നും ചൂണ്ടുവിരൽ ഉയർത്തി തള്ളവിരലും ബാക്കി രണ്ട് മധ്യവിരലും മോതിരവിരലും ചേർത്ത് പിടിക്കുന്നതിന് സിംഹമുഖമെന്നും മോതിരവിരൽ അകത്തേക്ക് മടക്കി ബാക്കി വിരലുകളെല്ലാം ഉയർത്തിപ്പിടിക്കുന്നതിന് ഗാംഗുലമെന്നും എല്ലാ വിരലുകളും അകലത്തിൽ ഉയർത്തിപ്പിടിക്കുന്നതിന് അരപത്മമെന്നും സിംഹമുഖത്തിൽ നിന്നും തള്ളവിരൽ മധ്യവിരലിൽ ചേർത്ത് പിടിച്ചിട്ട് ചരിച്ച് ഇതുപോലെ വയ്ക്കുന്നതിന് ചതുരമെന്നും ചൂണ്ടുവിരൽ മടക്കി അകത്തേക്ക് വെച്ച് തള്ളവിരലും മധ്യവിരലും കൂടി ചേർത്ത് പിടിക്കുന്നതിന് ഭ്രമരമെന്നും തള്ളവിരലും ചൂണ്ടുവിരലും ചേർത്ത് പിടിക്കുന്നതിന് ഹംസാസ്യമെന്നും സിംഹമുഖത്തിൽ നിന്നും തള്ളവിരൽ ചൂണ്ടുവിരലിൻ്റെ സൈഡിന് ഇതുപോലെ പിടിക്കുന്നതിന് ഹംസപക്ഷമെന്നും എല്ലാ വിരലുകളും ഒരേ സമയം ചലിപ്പിക്കുന്നതിന് സംതംശമെന്നും സംതംശത്തിൽ നിന്നും എല്ലാ വിരലുകളും ചേർത്ത് ഇതുപോലെ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നതിന് മുകുളമെന്നും സൂചിയിൽ നിന്നും തള്ളവിരൽ പാതി മടക്കി പിടിക്കുന്നതിന് താമ്രചൂടമെന്നും തള്ളവിരലും കുഞ്ഞംവിരലും ചേർത്ത് പിടിച്ച് ബാക്കി 3 വിരലുകളും ഉയർത്തിപ്പിടിക്കുന്നതിന് ത്രിശൂലമെന്നും പറയുന്നു. കാണിച്ച മുദ്രകൾ എല്ലാവർക്കും മുന്നത്തെക്കാളും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യുക, നല്ലതുപോലെ ചെയ്ത് നോക്കുക. മുദ്രകൾ നിങ്ങൾ ഡെയിലി ഒരു 5 എണ്ണോ നിങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ 5 എണ്ണോ 10 എണ്ണോ ഇതൊക്കെ വെച്ച് ബൈ ഹാർട്ട് ആക്കാൻ നോക്കുക. എങ്കിൽ മാത്രമേ നമുക്കത് ഇതായിട്ട് നിൽക്കത്തുള്ളൂ. അപ്പം അങ്ങനെ പഠിക്കാൻ നോക്കുക. ഇതുപോലെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, എങ്കിൽ മാത്രമേ എനിക്ക് ക്ലിയർ ചെയ്ത് തരാൻ പറ്റത്തുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ, ബൈ.